കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുന്നേ കുഞ്ഞികൃഷ്ണൻ എന്ന് പറയുന്ന ഒരു സഖാവ് CPM-കാര് രക്തസാക്ഷി ഫണ്ട് പിരിച്ചിട്ട് അത് മുക്കിയ കഥയും പിന്നെ നിയമസഭാ തെരഞ്ഞെടുപ്പിന് വേണ്ടിയിട്ട് ഫണ്ട് പിരിച്ചതിലുണ്ടായ അട്ടിമറികളും അഴിമതികളുമെല്ലാം പാർട്ടിക്കുള്ളിൽ പറഞ്ഞ ഒരു തീരുമാനമാകാത്തത് കൊണ്ടാണ് അദ്ദേഹം പുസ്തകം എഴുതുകയും പൊതു ഇടങ്ങളിൽ പറയുകയും ചെയ്തത്. അപ്പോൾ പാർട്ടി പ്രതികരിച്ചത് ഇതൊന്നും ജനങ്ങളെ ബോധ്യപ്പെടുത്തേണ്ട ആവശ്യമില്ല, പാർട്ടിക്കറിയാം എന്ത് ചെയ്യണം എന്ന രീതിയിലായിരുന്നു. ഇപ്പോൾ ആ കുഞ്ഞികൃഷ്ണനെ പോലും ബോധ്യപ്പെടുത്തേണ്ട, കാരണം കുഞ്ഞികൃഷ്ണനായിരുന്നു അത് ഓഡിറ്റ് ചെയ്തത്, അദ്ദേഹത്തെ പോലും ഇതൊന്നും ബോധ്യപ്പെടുത്തേണ്ട ആവശ്യമില്ല എന്ന ധാർഷ്ട്യം നിറഞ്ഞ മറുപടിയായിരുന്നു പാർട്ടി നേതൃത്വം, CPM പാർട്ടി നേതൃത്വം പറഞ്ഞിരുന്നത്. പക്ഷെ എന്നാൽ ഇപ്പോൾ ശബരിമലയുമായി ബന്ധപ്പെട്ട് ആഗോള അയ്യപ്പ സംഗമം നടത്തി അതിന്റെ ചെലവുകളുമായി ബന്ധപ്പെട്ട് നിരവധി ആരോപണങ്ങളാണ് ഈ LDF സർക്കാർ ഇപ്പോൾ നേരിടുന്നത്. കോടതിയാണ് നേരിട്ട് ഇതിൽ ഇടപെട്ടിട്ടുള്ളതും കണക്ക് ചോദിച്ചിട്ടുള്ളതും. ഒന്നോ രണ്ടോ കാര്യങ്ങളിലല്ല, നിരവധി കാര്യങ്ങളിലാണ് ഈ അയ്യപ്പ സംഗമവുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ഇവർ ഉത്തരം പറയേണ്ടി വന്നിരിക്കുന്നത്. അപ്പോൾ നേരത്തെ പാർട്ടിക്കകത്തെ കാര്യമായതുകൊണ്ട് ശരി, നിങ്ങൾ പബ്ലിക് ആയിട്ടുള്ളവരാരും ഇതിൽ ഇടപെടേണ്ട, അത് ഞങ്ങളുടെ പാർട്ടി കാര്യമാണ്, ഈ പാർട്ടിയെക്കുറിച്ച് നിങ്ങൾക്ക് ഒരു ചുക്കും അറിയില്ല എന്ന് പറഞ്ഞ് തടിതപ്പാം. പക്ഷേ ഇത് ജനങ്ങൾ കൂടി അറിയേണ്ട കാര്യമാണ് എന്നുള്ളത് ഈ LDF സർക്കാരും CPM-ന്റെ പാർട്ടി നേതാക്കന്മാരും ഒന്ന് മനസ്സിലാക്കുന്നത് നല്ലതായിരിക്കും. ഇതൊന്നും നമ്മൾ സാധാരണ ജനങ്ങൾ ഇതൊന്നും ഭീഷണിയുടെ പേരിൽ പറയുന്നതല്ല, ഞങ്ങൾ അറിയണമല്ലോ, ഞങ്ങൾക്കത് അറിയാനുള്ള അവകാശമുണ്ട്. എന്തൊക്കെ പേരിലാണ് ഈ അയ്യപ്പ സംഗമം എന്ന പേരിൽ തട്ടിപ്പ് നടത്തിയത്? പണ്ടൊക്കെ ചില ആൾക്കാരെ കുറിച്ച് ഒരു നാടൻ പ്രയോഗമുണ്ട്, എന്താ കമെന്ന് വീണാൽ കാൽപ്പണവും കൊണ്ടേ എഴുന്നേൽക്കാറുള്ളൂ എന്ന രീതിയിൽ ചില ആൾക്കാരെ എവിടെ പോയാലും പൈസ തട്ടിക്കുന്ന ആൾക്കാരെ കുറിച്ച് പറയുന്ന ഒരു ഡയലോഗാണത്. അതാണ് ഇപ്പോൾ ഈ CPM-നെ കുറിച്ച് പറയാനുള്ളത്. കാരണം ഏതൊരു കാര്യം പരിശോധിച്ചാലും അതിലെല്ലാം തട്ടിപ്പും അഴിമതിയും മാത്രം മുഖമുദ്രയാക്കി വെച്ചിരിക്കുകയാണ് ഇപ്പോൾ CPM. അപ്പോൾ ഇതിന് ഈ നേരത്തെ നിങ്ങളുടെ പാർട്ടിക്കുള്ളിലെ പിരിവും അടിച്ചുമാറ്റലും ഒന്നും ജനങ്ങളെ ആരെയും ബോധ്യപ്പെടുത്തണ്ട. പക്ഷെ ശബരിമലയിൽ ചെയ്തതിന് മറുപടി പറയാതെ പോകാൻ കഴിയില്ല LDF സർക്കാരിനും CPM നേതൃത്വത്തിനും. പിന്നെ ആദ്യം ഇതിപ്പോ ഈ ആഗോള അയ്യപ്പ സംഗമം നടത്തിയത് എന്തായാലും അയ്യപ്പനോടുള്ള പ്രേമം കൊണ്ടോ ഈ നാട്ടിലെ ഭക്തരോടുള്ള ഇഷ്ടം കൊണ്ടോ ഒന്നുമല്ല എന്നുള്ള കാര്യം ഈ നാട്ടിലെ ഓരോ മനുഷ്യനും, അരിയാഹാരം കഴിക്കുന്ന, ഇപ്പം അരി ഷുഗർ ആയതുകൊണ്ട് അരി മാറ്റി ഗോതമ്പാഹാരം കഴിക്കുന്നവരുണ്ടെങ്കിൽ എല്ലാവർക്കും അത് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. ഇപ്പോ ഒരു മുൻപ് ശബരിമല സ്ത്രീ പ്രവേശനവുമായി ബന്ധപ്പെട്ടുണ്ടായ അയ്യപ്പ കോപം ഒഴിവാക്കാൻ വേണ്ടിയിട്ടെന്ന് വിദഗ്ധ ഉപദേശം ലഭിച്ചിട്ടായിരിക്കണം ആഗോള അയ്യപ്പ സംഗമം എന്ന പേരിൽ നടത്തിയത്. 3000-6000 ആൾക്കാരൊക്കെ വരും, വന്ന് മറിയും, തിരക്കായിരിക്കും എന്നൊക്കെ വീരവാദം മുഴക്കിയിട്ട് 500-ഓളം ആൾക്കാർ മാത്രമാണ് അവിടെ പങ്കെടുത്തത്. അപ്പോ ഈ ആൾക്കാരുടെ എണ്ണമൊക്കെ നേരത്തെ പ്രഖ്യാപിച്ചത് തന്നെ വൻ രീതിയിലുള്ള തട്ടിപ്പുകൾ വേറൊരാളുടെ ഉണ്ട്. അതായത് വലിയ രീതിയിലുള്ള തട്ടിപ്പ് നടത്താൻ വേണ്ടിയിട്ടായിരിക്കും 3000 പേരൊക്കെ പങ്കെടുക്കുമെന്ന് തള്ളിമറിച്ചത്. അവർക്ക് തന്നെ അറിയാമായിരുന്നു 500 വരെ. സാധാരണഗതിയിൽ മറ്റേ വനിതാ മതിലൊക്കെ പണിയാൻ നേരത്ത് 100-100 കൊടുത്തെങ്കിലും ഒരുപാട് ആൾക്കാരെ കൊണ്ടുവരാറുണ്ടായിരുന്നു. ഇപ്പൊ ആൾക്കാരെ കൊണ്ടുവരാത്തത് തന്നെ അതിന്റെ പേരും പറഞ്ഞ് തട്ടിപ്പ് നടത്താനായിരിക്കുമെന്നാണ് മനസ്സിലാക്കേണ്ടത്. ഇതുപോലെ പല പല പരിപാടികളും ഈ LDF സർക്കാരും CPM-ഉം ചേർന്ന് പല മുക്കിന് ഓരോ പരിപാടികൾ ഓരോ ബോർഡും വെച്ച് നടത്തിയിട്ട് അതിന്റെ പേരിലെല്ലാം ഫണ്ട് പിരിവ് നടത്തി തട്ടിപ്പാണ് ഇവരുടെ മെയിൻ പരിപാടി. പക്ഷെ അത് നാട്ടുകാരുടെ പൈസ കൂടി കൈയടക്കിക്കൊണ്ട്, അത് അയ്യപ്പന്റെ ശബരിമലയിൽ വരുന്ന ഓരോ രൂപയും ഭക്തന്മാർ ഭക്തിയോടെ അത്രയും സമർപ്പണത്തോടെ കൊണ്ടുവരുന്ന കാശാണ്. ആ കാശെടുത്ത് നിങ്ങൾക്ക് സഖാക്കന്മാർക്ക് പുട്ടടിക്കാനുള്ളതല്ല എന്നുള്ളൊരു സാമാന്യ ബോധം വെക്കുക. അപ്പോൾ ഇത് അയ്യപ്പൻ ചോദിച്ചില്ലെങ്കിലും അയ്യപ്പന്റെ ഭക്തന്മാർ ഇത് ചോദിക്കും, അയ്യപ്പ ഭക്തർ ഇത് ചോദിക്കുമെന്ന് തന്നെയാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. പിന്നെ ജനങ്ങൾക്ക് മറുപടി തന്നില്ല എങ്കിലും ഹൈക്കോടതിയുടെ ചോദ്യങ്ങൾക്കെല്ലാം LDF സർക്കാരും പാർട്ടിയും മറുപടി കൊടുത്തേ മതിയാവുള്ളൂ. ഇത് തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ട് തന്നെ കഴിഞ്ഞ സ്ത്രീ പ്രവേശനവുമായി ബന്ധപ്പെട്ട് നിരവധി ഹിന്ദുക്കളുടെ മനസ്സിൽ നിന്നും CPM ഇറങ്ങിപ്പോയേണ്ട സാഹചര്യം ഉണ്ടായിരുന്നു. അപ്പൊ ഈ വരുന്ന തെരഞ്ഞെടുപ്പിൽ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് തെരഞ്ഞെടുപ്പിനെ മുന്നിൽ കണ്ടുകൊണ്ട് തന്നെ ആയിരിക്കണം ഇത്തരമൊരു ആഗോള അയ്യപ്പ സംഗമം നടത്തിയതെന്ന് എല്ലാവർക്കും മനസ്സിലായ കാര്യമാണ്. പക്ഷെ അതിലും കൈയിട്ട് വാരി വീണ്ടും ജനങ്ങളുടെ ഒരു ജനസമ്മതി നഷ്ടപ്പെടുത്താൻ മാത്രമാണ് CPM-ന് ഈ കാര്യങ്ങളെല്ലാം ഉപകരിച്ചിട്ടുള്ളത് എന്നാണ് ഈ തെരഞ്ഞെടുപ്പ് ആസന്നമായിരിക്കുന്ന വേളയിൽ എല്ലാവരും മനസ്സിലാക്കുന്നത്. ഇതൊന്നും ഇപ്പോ ഒരാൾ ഒറ്റയ്ക്ക് പറയുന്നതല്ല, എല്ലാവരുടെയും സാധാരണക്കാരായ ജനങ്ങളുടെ മനസ്സിലെല്ലാം ഈ ചിന്തകൾ തന്നെയാണ് കടന്നു. പക്ഷെ ആർക്കും ഇത് എവിടെ പറയണം, എന്ത് പറയണമെന്ന് അറിയാത്ത ഒരു ബുദ്ധിമുട്ടേ ഉള്ളൂ. പക്ഷേ ഈ വരുന്ന തെരഞ്ഞെടുപ്പിൽ ഇതിനെല്ലാം ജനങ്ങൾ CPM-നും LDF-നും മറുപടി കൊടുക്കുക തന്നെ ചെയ്യുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. പിന്നെ കുഞ്ഞികൃഷ്ണന്റെ ആരോപണങ്ങൾക്ക് മറുപടി പറഞ്ഞില്ലെങ്കിലും ഹൈക്കോടതിയുടെ ചോദ്യങ്ങൾക്ക് കൃത്യമായി മറുപടി കൊടുത്താൽ മതി, അത്രേ പറയാനുള്ളൂ.